ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഏറ്റവും പുതിയ മലയാള സിനിമ ഐ നോബഡി നാളെ വ്യാഴാഴ്ച തിരഞ്ഞെടുക്കുകയാണ്. മമ്മൂട്ടിയുടെ റോഷാക്ക്, അതുപോലെ തന്നെ കെട്ടിയോളൻ്റെ മാലാഖ എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത നിസാം ബഷീറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സുപ്രിയ മേനോൻ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സമീർ അബ്ദുള്ളാണ്. ചിത്രത്തിൽ പാർവതി തെരുവോത്ത്, സുരാജ് വെഞ്ഞാറമൂട്, വിജയരാഘവൻ, അശോകൻ, നന്ദു, ഹക്കിം ഷാ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ജേക്സ് ബിജോയിയാണ് ഈ ചിത്രത്തിന് സംഗീതം പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ഈ സിനിമയ്ക്ക് ഇന്ന് വൈകിട്ട് 4 മണിയോടെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രീസെയിലായി നേടിയെടുക്കാൻ കഴിഞ്ഞത് 75 ലക്ഷം രൂപയായിരുന്നു. നിലവിൽ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമയുടെ കേരള പ്രീസെയിൽ 87 ലക്ഷം രൂപ മറികടന്നിട്ടുണ്ട്. ഫൈനൽ കേരള പ്രീസെയിൽ 1 കോടിയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 15 ലക്ഷം പ്രീസെയിൽ നേടിയെടുത്ത ഈ സിനിമ വിദേശത്ത് 20 ലക്ഷം രൂപ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. UA 13+ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഈ സിനിമയ്ക്ക് 2 മണിക്കൂർ 48 മിനിറ്റാണ് ദൈർഘ്യം. കേരളത്തിൽ ഈ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 10:30-നാണ്. ജൂൺ മാസം തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഏക വിജയ സിനിമയായി മാറിയത് ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ ആണ്. ജൂൺ 19 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 17,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 20 ദിവസം കൊണ്ട് 17,64 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 15 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 17,80 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 21 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ ഇന്നലെ വരെ നേടിയെടുത്തത് 21,81 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് ഈ സിനിമ 20 ദിവസം കൊണ്ട് നേടിയെടുത്തത് 12,74 ലക്ഷം രൂപയാണ്. ടോട്ടൽ 20 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ ഇന്നലെ വരെ നേടിയെടുത്തത് 34,55 ലക്ഷം രൂപയാണ്. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 35 കോടി റേഞ്ചിൽ തന്നെയാണ്. ശിവറാവയിൽ സംവിധാനം ചെയ്ത് ജൂലൈ 3 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് അൽഫ. ആലിയ ഭട്ട്, ഷെർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 9 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 70 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ കളക്ട് ചെയ്തത് 4,95 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 51,68 ലക്ഷം രൂപയാണ് ആദ്യ 5 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് $1.88 മില്യൺ, അതായത് 17,95 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ വരെ നേടിയെടുത്തത് 69,63 ലക്ഷം രൂപയാണ്. സിനിമയുടെ 5 ദിവസത്തെ ഒഫീഷ്യൽ പോസ്റ്ററും പുറത്ത് വന്നിട്ടുണ്ട്. അത് പ്രകാരം 71,64 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ മറ്റൊരു ബോളിവുഡ് സിനിമയാണ് ബേബി ഡു ഡൈ ഡു. നാജികേത് സാമന്ത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹുമാ ഖുറേഷി, സിക്കന്ദർ ഖർ, ചുങ്കി പാണ്ഡെ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 43 ലക്ഷം രൂപയാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 3,45 ലക്ഷം രൂപയാണ്. പാൻ ഇന്ത്യൻ റിലീസായി ജൂലൈ 3 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് നാഗബന്ധം. അഭിഷേക് നമ്മ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിരാത് കർമ്മ, നഫ നടേഷ്, മഹേഷ് മഞ്ചരേക്കർ, ജഗപതി ബാബു എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. തെലങ്കാനയിൽ 5 ദിവസം കൊണ്ട് 6,63 ലക്ഷം രൂപയും ആന്ധ്രയിൽ 5,02 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 2,01 ലക്ഷം രൂപയാണ്. 5 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് 16,33 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $1,37,000 കളക്ട് ചെയ്തത്, അതായത് 1,30 ലക്ഷം രൂപ. വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ ഇന്നലെ വരെ നേടിയെടുത്തത് 17,63 ലക്ഷം രൂപയാണ്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ മറ്റൊരു തെലുങ്ക് സിനിമയാണ് റാവു ബഹാദൂർ. ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് തെലങ്കാനയിൽ 3,22 ലക്ഷം രൂപയും ആന്ധ്രയിൽ 2,25 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി ആദ്യ 5 ദിവസം കൊണ്ട് 6,22 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 3,51 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ 9,82 ലക്ഷം രൂപയാണ് 5 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 3 വെള്ളിയാഴ്ച തിയേറ്ററിൽ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. ചെല്ല അയ്യാവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 11 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 74 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 2,38 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് 19,55 ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസായി 22,04 ലക്ഷം രൂപ നേടിയെടുത്ത ഈ സിനിമ വിദേശത്ത് നിന്ന് $4,05,000 കളക്ട് ചെയ്തിട്ടുണ്ട്, അതായത് 3,84 ലക്ഷം രൂപ. അങ്ങനെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 25,88 ലക്ഷം രൂപയാണ്. ജൂൺ 19 തിയേറ്ററിലെത്തിയ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. 19 ദിവസം കൊണ്ട് തെലങ്കാനയിൽ നേടിയെടുത്തത് 32,12 ലക്ഷം രൂപയും ആന്ധ്രയിൽ 23,20 ലക്ഷം രൂപയുമാണ്. കർണാടകയിലും മികച്ച കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 12,45 ലക്ഷം രൂപയാണ് കർണാടക കളക്ഷൻ. കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തത് 22 ലക്ഷം രൂപയാണ്. 19 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 74,65 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ ചൊവ്വാഴ്ച വരെ നേടിയെടുത്തിരിക്കുന്നത് 97,73 ലക്ഷം രൂപയാണ്. ജൂൺ 19 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. ചിത്രം കേരളത്തിൽ 19 ദിവസം കൊണ്ട് 35,40,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 115,13 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 145,08 ലക്ഷം രൂപയാണ്. ജൂൺ 26 തിയേറ്ററിലെത്തി വളരെ മികച്ച ഹോൾഡ് ഇപ്പോഴും നിലനിർത്തി മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് വെൽക്കം ടു ദി ജംഗിൾ.
ഈ സിനിമ 12 ദിവസം കൊണ്ട് കേരളത്തിൽ 20,20,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 12ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 3,74,00,000 രൂപയാണ്. അങ്ങനെ 12 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി 144,54,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തത്. വിദേശത്ത് നിന്ന് $3.26 മില്യൺ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 31,02,00,000 രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 175,56,00,000 രൂപയാണ്. തിയേറ്റർ ബേസിൽ ഈ സിനിമ നിലവിൽ വിജയം നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.